ഹലോ, വെൽക്കം ടു ഈസി കോമേഴ്സ് ക്ലാസ്സസ്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് ഇൻകം ടാക്സ് ആണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമിസ്റ്ററിലെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇൻകം ടാക്സ്. നമ്മൾ പലരും ഇൻകം ടാക്സ് എന്താണെന്ന് ടി വിയിലൂടെയും വാർത്തയിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പലരും ടി വി കാണുമ്പോൾ അല്ലെങ്കിൽ സിനിമ കാണുമ്പോഴൊക്കെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കുറച്ച് ഉദ്യോഗസ്ഥന്മാർ വരുന്നു, റെയ്ഡ് ചെയ്യുന്നു, ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകുന്നു. അതിന് ന്യൂസ് ചാനലാണെന്നുണ്ടെങ്കിൽ ഇന്ന ആളുടെ വീട്ടിൽ ഇൻകം ടാക്സ് റെയ്ഡ് നടത്തി ഇന്നത് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ പലരും ഇത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ചിലരൊക്കെ ഇത് മനസ്സിലായിട്ടില്ലെങ്കിലും നമ്മൾ അറിയുന്ന പോലെ എന്ത് ചെയ്യും, നടിക്കും. സോ എന്താണ് നമുക്ക് ഇൻകം ടാക്സ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. സോ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റുകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ സബ്ജക്റ്റ് പഠിക്കാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാം. അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എൻ്റെ ക്ലാസ് കേൾക്കുന്ന സ്റ്റുഡൻസ് ജസ്റ്റ് ഒരു പേനയും ഒരു ഷോർട്ട് നോട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നോട്ട് കയ്യിൽ വെക്കുക. അത് വളരെ ഹെൽപ്ഫുൾ ആവും. നിങ്ങൾക്ക് നാളെ ഇതെടുത്ത് നോക്കുമ്പോഴൊക്കെ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആവും. സോ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോവാം. ഇൻകം ടാക്സിലോട്ട് കിടക്കാം. ഓക്കെ, എന്താണ് ഇൻകം ടാക്സ്? നമുക്കറിയാം ഇന്ത്യയിൽ 2 തരം ടാക്സ് ആണുള്ളത്. ഒന്ന് ഡയറക്റ്റ് ടാക്സും രണ്ട് ഇൻഡയറക്റ്റ് ടാക്സും. ഈ ഡയറക്റ്റ് ടാക്സിൽ പെട്ട ഒരു ടാക്സ് ആണ് എന്ത്? ഇൻകം ടാക്സ്. ഇപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സിൽ പെട്ടത് എന്തായിരിക്കും? GST എന്താണ്? ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. എളുപ്പത്തിൽ ഏറ്റവും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ടാക്സ് നമ്മൾ ആനുവലി നമ്മുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് പിടിച്ചെടുക്കുകയാണെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് നമ്മൾ അറിയാണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ്. നമ്മൾ ഇന്ന് ഇന്ത്യയിൽ നിന്ന് എന്ത് സാധനം മേടിക്കുകയാണെങ്കിലും അത് ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് ഒരു പാക്കറ്റ് മിഠായിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ മേടിക്കുകയാണെങ്കിൽ അത് ടാക്സ് അടക്കമാണ്. MRP എന്ന് എഴുതിയിട്ട് അതിൻ്റെ താഴെ ഇരുന്നോ ഇൻക്ലൂഡിങ് ആൾ ടാക്സ്. അപ്പോൾ അത് GST അടക്കമുള്ള വാല്യൂ ആണ്. ആ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാധനങ്ങൾ മേടിക്കുന്നത്. സോ എന്ത് സാധനം മേടിക്കുകയാണെങ്കിലും അതിലെന്തുണ്ട്, ടാക്സ് ഉൾപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ ഇൻഡയറക്റ്റ്ലി നമ്മൾ അറിയാണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഗവൺമെൻറ് ഈടാക്കുന്നുണ്ട്. ഡയറക്റ്റ് ടാക്സ് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മളാണിത് ഗവൺമെൻറ് കൊടുക്കുന്നത്. മറ്റേത് നമ്മൾ അറിയാണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. സോ ഫസ്റ്റത്തെ ഫീച്ചർ ഇൻകം ടാക്സിന് എന്താണ്? ഇൻകം ടാക്സ് ഇസ് എ ഡയറക്റ്റ് ടാക്സ്. രണ്ടാമത്തത് ഇറ്റ് ഈസ് എ ആനുവൽ ടാക്സ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ആനുവൽ ടാക്സ് ആണ്. വർഷാവസാനമാണ് ഇത് പിടിക്കുന്നത്. മൂന്നാമത്തെന്താണ്? ഇറ്റ് ഈസ് കളക്റ്റഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. ആരാണിത് കളക്ട് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെൻറ് ആണ്. ആരല്ല? സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ല. സോ 3 കാര്യങ്ങൾ പഠിച്ചു. ഒന്ന് ഡയറക്റ്റ് ടാക്സ് ആണ്, ആനുവൽ ടാക്സ് ആണ്, സെൻട്രൽ ഗവൺമെൻറ് ആണ് കളക്ട് ചെയ്യുന്നത്. ഡയറക്റ്റ് ടാക്സ്, ആനുവൽ ടാക്സ്, സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്നു. ഡയറക്റ്റ് ടാക്സ്, ആനുവൽ ടാക്സ്, സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്നു. അടുത്തത് ഇതിന് 5 ഹെഡിൽ നിന്നാണ് പ്രധാനമായിട്ടും ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വരുമാനത്തെ 5 ഹെഡായി തരം തിരിച്ചിരിക്കുകയാണ്. അതായത് സാലറിയിൽ നിന്ന് നമുക്കൊരു വരുമാനം കിട്ടും, ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് വരുമാനം കിട്ടും, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ വരുമാനം കിട്ടും, ക്യാപിറ്റൽ ഗെയിൻ എന്ന് വരുമാനം കിട്ടും, ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുമാനം കിട്ടും. സോ അത് എന്തൊക്കെയാണെന്നാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. വിശദമായിട്ട് നമുക്കിത് പഠിക്കാനുണ്ട്. സോ ഇൻകം ഫ്രം സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്കൊരാൾ ഒരു ജോലി ചെയ്യുന്നുണ്ട്, അയാൾക്ക് സാലറി കിട്ടും. ആ സാലറിയിൽ നിന്ന് എത്ര പോർഷനാണോ നമ്മൾ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടത് ആ ഹെഡിനാണ് എന്ത്? ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത്. അടുത്തത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു വീടുണ്ട്, ആ വീട് കൂടാതെ വേറൊരു വീടുണ്ട്. അപ്പോൾ ആ വീട് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ആളുകൾക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു വാടക കിട്ടും. ആ വാടകയുടെ പോർഷൻ എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കണം. അതാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. മൂന്നാമത്തെ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു ബിസിനസ് ഉണ്ട്, അതിന് എന്ത് കിട്ടും? പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റിന് മേലെ നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കണം. നാലാമത്തെ അതിനൊപ്പം തന്നെയുള്ള എന്താണ്? പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഡോക്ടറാണെന്ന് കരുതുക, എക്സാമ്പിളാണ്. അപ്പോൾ ഡോക്ടറാണ്, ആ ഡോക്ടർക്ക് എന്ത് കിട്ടും? ഫീ ആണ് കിട്ടുന്നത്, സാലറി അല്ല. അയാൾക്ക് അയാൾ പരിശോധിച്ചിട്ട് ഫീസ് കിട്ടും. അപ്പോൾ ആ ഫീസ് കിട്ടുന്ന ഒരു പോർഷൻ എന്ത് ചെയ്യണം? അയാൾ എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കണം. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ പറഞ്ഞു. നാലാമത്തെ എന്താണ്? ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു അസറ്റ് നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഈ അസറ്റ് നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞ് വിൽക്കുകയാണ്. ഫോർ എക്സാമ്പിൾ പറയുന്നത് നമുക്ക് ലാൻഡ് ഉണ്ട്, ഒരു 10 സെൻറ്റ് സ്ഥലമുണ്ട്. ഈ 10 സെൻറ്റ് സ്ഥലം 4-5 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വില കൂടും. ആ 1 ലക്ഷത്തിനാണെങ്കിൽ മേടിച്ച 10 സെൻറ്റ് സ്ഥലമാണെങ്കിൽ 10 ലക്ഷം രൂപ. ഒരു 10 കൊല്ലം കഴിഞ്ഞ് വിൽക്കുമ്പോൾ, അല്ല 5 കൊല്ലം വിൽക്കുമ്പോൾ ഇതിന് 30 ലക്ഷം രൂപയുണ്ടെങ്കിൽ 20 ലക്ഷം രൂപ നമുക്ക് ലാഭമാണ്. സോ ആ 20 ലക്ഷം രൂപത്തിന് മേലെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അതാണ് ക്യാപിറ്റൽ ഗെയിൻ. 5ാമത്തെ ഹെഡ് എന്താണ്? ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഈ 4 ഹെഡ് അല്ലാത്ത എന്ത് ഇൻകം എവിടെയാണ് വരുന്നത്? 5ാമത്തെ ഹെഡിലാണ് വരുന്നത്. അടുത്തത് 5ാമത്തെ ഫീച്ചർ എന്താണ്? ടാക്സ് റേറ്റ് ഈസ് ഫിക്സ്ഡ് ബൈ ആനുവൽ ഫിനാൻസ് ആക്ട്. ആനുവൽ ഫിനാൻസ് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കേട്ടിട്ടുണ്ട്, ബഡ്ജറ്റ് അനൗൺസ് ചെയ്യുക. ആരാണ് ഇന്ത്യയിലെ ബഡ്ജറ്റ് അനൗൺസ് ചെയ്യാറ്? ഫിനാൻസ് മിനിസ്റ്ററാണ്, നിർമ്മലാ സീതാരാമൻ. അപ്പോൾ അവർ ബഡ്ജറ്റ് അനൗൺസ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ടാക്സ് റേറ്റ് മാറ്റമില്ല, ഇൻകം ടാക്സ് ആദായ നികുതി സ്ലാബിൽ മാറ്റമില്ല, തുടരും എന്നൊക്കെ. അതാണ് ഈ പറഞ്ഞത്. ടാക്സ് റേറ്റ് ഈസ് ഫിക്സ്ഡ് ബൈ ആനുവൽ ഫിനാൻസ് ആക്ട്. എവിടെ വെച്ചിട്ടാണ് ഇത് ഫിക്സ് ചെയ്യുക? ടാക്സ് റേറ്റ് ആനുവൽ ഫിനാൻസ് ആക്ടിലാണ് എന്ത് ചെയ്യേണ്ടത്? ഇത് ഫിക്സ് ചെയ്യേണ്ടത്. അടുത്തത് എന്താണ്? എനി ഇൻകം വെദർ ലീഗൽ ഓർ ഇല്ലീഗൽ ഈസ് ടാക്സബിൾ.
ഏത് ഇൻകവും ലീഗലായിക്കോട്ടെ ഇല്ലീഗലായിക്കോട്ടെ ടാക്സബിൾ ആണ്. 6 ഫീച്ചറുകൾ നമ്മൾ പഠിച്ചു. ഒന്ന് ഡയറക്റ്റ് ടാക്സ്, ആനുവൽ ടാക്സ്, സെൻട്രൽ ഗവൺമെൻറ്. നാലാമത്തെ 5 ഹെഡുകളാണ്. എന്തൊക്കെയാണ്? ഇൻകം ഫ്രം സാലറി, ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഈ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷനെ വേണമെങ്കിൽ നമുക്ക് PGBP എന്ന് പറയാം. PGBP എഴുതി വെച്ചോളൂ, PGBP. 5ാമത്തെ ഫീച്ചർ എന്താണ്? ടാക്സ് റേറ്റ് ഈസ് ഫിക്സ്ഡ് ബൈ ആൻഡ് ഫിനാൻസ് ആക്ട്. 6ാമത്തെ എനി ഇൻകം വെദർ ലീഗൽ ഓർ ഇല്ലീഗൽ ഈസ് ടാക്സബിൾ. സോ 6 ഫീച്ചർ നമ്മൾ പഠിച്ചു. സോ അടുത്ത നമ്മൾ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. അടുത്ത നമ്മൾ ടോപ്പിക്ക് ഇൻകം ടാക്സ് ലോ ആണ്. എന്താണ് ഇൻകം ടാക്സ് ലോ? ഇൻകം ടാക്സ് ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 ആക്ടുകളെയാണ്. ഒന്ന് ഇൻകം ടാക്സ് ആക്ട്, ബേസിക്കലി 2 ആക്ട് ഒന്നല്ല, ഒറ്റ ആക്ടാണ്. ഇൻകം ടാക്സ് ആക്ട് 1961, 1961 ഗവൺമെൻറ് പാസ്സാക്കിയ ഇൻകം ടാക്സ് ആക്ട് 1961. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റീവായിട്ട് വരുന്നത് 1962 1961 പാസ്സാക്കിയെങ്കിലും 1962 ഈ നിയമം പ്രാബല്യത്തിൽ വന്നത്. സോ ഇൻകം ടാക്സ് ആക്ട് എപ്പോഴും വരുന്നതാണ്? ഇൻകം ടാക്സ് ആക്ട് 1961 ആണ് ഇൻകം ടാക്സിൻ്റെ നിയമം. ഇതിനടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. CBDT എന്ന് പറഞ്ഞ ഒരു ബോർഡാണ്. അവരാണ് ഇൻകം ടാക്സിൻ്റെ അപ്പെക്സ് അതോറിറ്റി അല്ലെങ്കിൽ സുപ്രീം അതോറിറ്റി. ഏറ്റവും അൾട്ടിമേറ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന അതോറിറ്റി ആരാണ്? CBDT ആണ്. സോ അത് നമ്മൾ എക്സാം പർപ്പസിന് വേണ്ടി നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്തോളൂ. CBDT is the supreme authority of income tax in India, or it is considered as the apex body of income tax department. Income tax ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്പെക്സ് ബോഡി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആരെയാണ്? CBDT ആണ്. അടുത്തത് ഇൻകം എന്നുള്ളത് ഡെഫിനേഷൻ്റെ കീഴിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്, എങ്കിൽ പോലും ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ എപ്പോഴും എവിടെ നിന്നാണ് കിട്ടുക? എവിടെ നിന്നാണ് ലഭിക്കുക? ബിസിനസ് എന്നാണ്. ഡിവിഡൻഡ് ഓർ ഇൻട്രസ്റ്റ് നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുക? ഡിവിഡൻഡ് എപ്പോഴും നമ്മളൊരു ഷെയർ കുറച്ചൊരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയിൽ നിന്ന് നമുക്ക് ഡിവിഡൻഡ് കിട്ടും. അല്ലെങ്കിൽ നമ്മളൊരു ഇൻട്രസ്റ്റ് എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുക? ഒരു ഡെപ്പോസിറ്റ് നമ്മൾ എവിടെയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇൻട്രസ്റ്റ് ലഭിക്കും. സോ അത് രണ്ടും ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. 3ാമത്തത് വോളണ്ടറി കോൺട്രിബ്യൂഷൻ റിസീവ്ഡ് ബൈ എ ട്രസ്റ്റ് ക്രിയേറ്റഡ് ഫോർ ചാരിറ്റബിൾ ഓർ റിലീജിയസ് പർപ്പസ്. എന്തെങ്കിലും ഒരു ട്രസ്റ്റിൽ നിന്ന് എന്തെങ്കിലും വോളണ്ടറി കോൺട്രിബ്യൂഷൻ നമുക്ക് ലഭിക്കുകയാണ്, അതെന്താണ്? ടാക്സബിൾ ആണ്. 4ാമത്തത് വോളണ്ടറി എന്ന് പറഞ്ഞാൽ, 4ാമത്തെ പറയുന്നതിന് മുന്നേ വോളണ്ടറി എന്ന് പറഞ്ഞാൽ സ്വമേധയ ഉള്ള കോൺട്രിബ്യൂഷൻ എന്നാണ് മീനിങ്. 4ാമത്തെ സാലറി അലവൻസ് ഓർ പെർക്വിസിറ്റ്. ഇത് 3ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. സാലറി അലവൻസ് പെർക്വിസിറ്റ് എന്താണെന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. സോ സാലറി അലവൻസ് പെർക്വിസിറ്റ് എന്ന് പറഞ്ഞാൽ സാലറി നമുക്ക് ഒരാളെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് സാലറി കിട്ടുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 5ാമത്തെ ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. 6ാമത്തത് വിന്നിങ് ഫ്രം ലോട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ലോട്ടറി അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു പൈസ കിട്ടുമല്ലോ. ആ പൈസയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കണം. ക്രോസ്വേർഡ് ബസ്സസ്, റേസസ്, കാർഡ് ഗെയിംസ്, ബെറ്റിംഗ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ബെറ്റിംഗ് ഇന്ത്യയിൽ എന്താണ്? ഇല്ലീഗലാണ്. അപ്പോൾ ഇല്ലീഗലായിട്ടുള്ള ഇൻകത്തിൻ്റെ മേലും ഇവിടെ ടാക്സ് കൊടുക്കണം എന്ന് നമ്മൾ ഓൾറെഡി ഫീച്ചറിൽ പറഞ്ഞു. അടുത്തത് എനി സം റിസീവ്ഡ് ഫ്രം എംപ്ലോയീസ് ആസ് കോൺട്രിബ്യൂഷൻ ടു എനി പ്രൊവിഡൻറ്റ് ഫണ്ട്. ഒരു പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്ന് നമുക്കൊരു പൈസ കിട്ടുകയാണ്, അല്ലെങ്കിൽ ഒരു എംപ്ലോയിക്ക് PF ഉണ്ടാവും. PFൽ നിന്ന് കാശ് കിട്ടുമ്പോൾ അതും എന്താണ്? ടാക്സബിൾ ആണ്. അടുത്തത് എനി സം റിസീവ്ഡ് അണ്ടർ സ്കീം ആൻഡ് ഇൻഷുറൻസ് പോളിസി. ഇൻഷുറൻസ് പോളിസിയിൽ നമുക്കൊരു തുക നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ആ ലഭിക്കുന്ന തുകക്കും നമ്മളെന്താണ്? ടാക്സബിൾ ആണ്. അത് ഇൻകം എന്നുള്ള വകുപ്പിലാണ് പെടുക. അതിനും ഒരു ഇൻകം ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ട്രീറ്റ് ചെയ്യുക. അടുത്തത് അസസ്മെൻറ്റ് ഇയർ എന്താണെന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ അസസ്മെൻറ്റ് പ്രീവിയസ് ഇയറും പരസ്പരം ഇൻ്റർലിങ്ക്ഡ് ആണ്. അപ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഫിനാൻഷ്യൽ ഇയർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഫിനാൻഷ്യൽ ഇയർ എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്താണ് അസസ്മെൻറ്റ് ഇയറും എന്താണ് പ്രീവിയസ് ഇയറും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. സോ ഗൈസ്, ആദ്യം എന്താണ് ഫിനാൻഷ്യൽ ഇയർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യയിലെ ഒരു ഫിനാൻഷ്യൽ ഇയർ നമുക്കറിയാം ഏപ്രിൽ മുതൽ മാർച്ച് 2023 വരെയാണ്. സോറി ഞാൻ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മുതൽ മാർച്ച് വരെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞത് എപ്പോഴായിരിക്കും? 2023 ഏപ്രിൽ മുതൽ 2024 മാർച്ച് വരെയാണ്. സോ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ഇയർ ഏതായിരിക്കും? 2024 ഏപ്രിൽ മുതൽ 2025 മാർച്ച് വരെയാണ് ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ഇയർ. സോ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ഇൻകത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ടാക്സ് അടക്കുന്നത് തൊട്ടടുത്ത വർഷമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ ഏതായിരുന്നു? 2023 ഏപ്രിൽ മുതൽ 2024
മാർച്ച് വരെയുള്ള സമയത്ത് ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പോഴാണ് ഇപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും ഇന്നതാണൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് 5 ഹെഡൊക്കെ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇതിന് എന്നുള്ള ടാക്സ് ഗവൺമെൻറ് അടക്കും. ആ അടക്കുന്ന സമയത്ത് പറഞ്ഞ പേരാണെന്ത് അസസ്മെൻറ്റ് ഇയർ. അതായത് കഴിഞ്ഞ വർഷത്തെ ഇൻകത്തെ നമ്മൾ ഇപ്പോഴാണ് അസസ് ചെയ്യുക കാൽക്കുലേറ്റ് ചെയ്യുക, നോക്കുക, പരിശോധിക്കുക. അസസ് ചെയ്തിട്ട് ഇപ്പോഴാണ് നമ്മളത് കൊണ്ട് ഗവൺമെൻറ് അടക്കുന്നത്. ആ വർഷത്തെ പറഞ്ഞ പേരാണെന്ത് അസസ്മെൻറ്റ് ഇയർ. അസസ് ചെയ്യുന്ന വർഷത്തെ പറഞ്ഞ പേരാണ് അസസ്മെൻറ്റ് ഇയർ. സോ നമ്മൾ കഴിഞ്ഞ വർഷത്തെ നമ്മൾ എന്ത് പറയും ഫിനാൻഷ്യൽ ഇയറിന് എന്ത് നമ്മൾ പറയും പ്രീവിയസ് ഇയർ എന്ന് പറയും. സോ ഏത് വർഷത്തെ ഇൻകമാണോ നമ്മൾ പരിശോധിക്കുന്നത് ആ വർഷത്തെ പറയുന്ന പേരാണ് പ്രീവിയസ് ഇയർ. എപ്പോഴാണോ പരിശോധിക്കുന്ന വർഷം ആ വർഷത്തെ പറയുന്നതാണ് അസസ്മെൻറ്റ് ഇയർ. സോ നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കി നോക്കാം. 2023 മാർച്ച് മുതലുള്ള 2023 ഏപ്രിൽ മുതൽ 2024 മാർച്ച് വരെയുള്ള ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ് 2024 ജൂൺ മാസത്തിലാണ്. സോ 2024-25 എന്ത് അസസ്മെൻറ്റ് ഇയർ. അപ്പോൾ ഏതായിരിക്കും പ്രീവിയസ് ഇയർ 2023 ഏപ്രിൽ മുതൽ 2024 മാർച്ച് വരെ ആയിരിക്കും പ്രീവിയസ് ഇയർ. സോ ഇത് രണ്ടും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. മിസ്റ്റർ ഗോപാൽ വാസ് അപ്പോയിൻറ്റഡ് ആസ് ആൻ അക്കൗണ്ടൻറ്റ് ഇൻ എ കമ്പനി ഓൺ 1st August 2023. സ്റ്റേറ്റ് ദ പ്രീവിയസ് ഇയർ ആൻഡ് അസസ്മെൻറ്റ് ഇയർ. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് പ്രീവിയസ് ഇയർ എപ്പോഴും മുതലാണ് ഏപ്രിൽ മുതൽ മാർച്ച് 2024 വരെയാണ്. സോ അവിടെ എഴുതിയിട്ടുണ്ട് പ്രീവിയസ് ഇയർ ഫ്രം 1st August 2023. കാരണം ഓഗസ്റ്റ് പറയാൻ കാരണം എന്താണ് ഇയാൾ അപ്പോയിൻറ്റ് ചെയ്തത് എപ്പോഴാണ് ഓഗസ്റ്റിലാണ്. ഓഗസ്റ്റ് മുതൽ അടുത്ത വർഷം 2024 മാർച്ച് വരെയാണ് അയാളുടെ പ്രീവിയസ് ഇയർ. അസസ്മെൻറ്റ് ഇയർ എപ്പോഴായിരിക്കും 24 മുതൽ 25 വരെ ആയിരിക്കും അസസ്മെൻറ്റ് ഇയർ. സോ ഇതാണ് നമ്മൾ ഇതിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ഇറ്റ് ഈസ് ദ ഇയർ ഇൻ വിച്ച് അസസ്മെൻറ്റ് ഈസ് മെയ്ഡ് ഓൺ ഇൻകം ഓഫ് പ്രീവിയസ് ഇയർ. അതാണ് എന്ത് അസസ്മെൻറ്റ് ഇയർ. ഇറ്റ് ഈസ് ദ ഇയർ ഇൻ വിച്ച് അസസ്മെൻറ്റ് ഈസ് മെയ്ഡ് ഓൺ ഇൻകം ഓഫ് പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിലെ ഇൻകത്തിൻ്റെ അസസ്മെൻറ്റ് നടത്തുന്ന വർഷത്തെ പറയുന്ന പേരാണ് എന്ത് അസസ്മെൻറ്റ് ഇയർ. പ്രീവിയസ് ഇയർ എന്ന് വെച്ചാൽ എന്താണ് ഇറ്റ് ഈസ് ദ ഇയർ ഇൻ വെച്ച് ഇൻകം ഈസ് ഏൺഡ്. ഏതാണ് വർഷത്താണ് നമ്മൾ ഇൻകം നമുക്ക് വരുമാനം ലഭിക്കുന്നത് ആ വർഷത്തെ പറഞ്ഞ പേരാണ് എന്ത് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ എന്താണെന്നും അസസ്മെൻറ്റ് ഇയർ എന്താണെന്നും നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ പഠിച്ചു. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് എക്സെപ്ഷൻ ടു ദ ജനറൽ റൂൾ ഓർ ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മുകളിൽ പറഞ്ഞ റൂളിൻ്റെ എക്സെപ്ഷൻ പറഞ്ഞ ഒഴിവുകൾ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ അതിന് പറഞ്ഞ മറ്റൊരു പേരാണ് ആക്സലറേറ്റഡ് അസസ്മെൻറ്റ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ് നമ്മളെപ്പോഴും കഴിഞ്ഞ പ്രീവിയസ് ഇയർത്തെ ഇൻകം ഈ വർഷമാണ് അസസ് ചെയ്യുക എന്നാണ് കാൽക്കുലേറ്റ് ചെയ്ത് ടാക്സ് ഒക്കെ അടക്കുന്ന വർഷം എപ്പോഴാണ് ഈ വർഷമാണ് അല്ലെങ്കിൽ അസസ്മെൻറ്റ് ഇയറിലാണ്. ഇപ്പോൾ കഴിഞ്ഞ 2024 മാർച്ച് മുതൽ 2023 ഏപ്രിൽ മുതൽ 2024 മാർച്ച് വരെയുള്ള കാലാവധിയിലെ പ്രീവിയസ് ഇയർ അതാണ് നമ്മുടെ പ്രീവിയസ് ഇയറിൽ. ആ പ്രീവിയസ് ഇയറിലത്തെ ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അടക്കുന്നത് എപ്പോഴാണ് 2024-25 അസസ്മെൻറ്റ് ഇയറിലാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് അടക്കുന്നത് തൊട്ട് അടുത്ത വർഷത്തിലാണ്. സോ ഈ വർഷത്തെ ഇൻകത്തെ നമ്മൾ ഇപ്പോൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യും എന്ന് പറഞ്ഞതാണ് എന്ത് പറയുന്നത് ആക്സലറേറ്റഡ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഒന്നുകൂടി വളരെ വിശദീകരിച്ച് ഒന്നുകൂടി സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞാൽ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു 5-6 കാര്യങ്ങളുണ്ട്. ഈ 5-6 കാര്യങ്ങൾ എന്ത് ചെയ്യണ്ട അവർക്ക് ഒരിക്കലും കഴിഞ്ഞ വർഷത്തെ ഇൻകത്തിന് ഈ വർഷം ആവാൻ കാത്തു നിൽക്കണ്ട. കഴിഞ്ഞ വർഷം തന്നെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് അപ്പം തന്നെ ഇൻകം ടാക്സ് അതോറിറ്റി എന്ത് ചെയ്യണം അവരെടുത്ത് ഈ കാശ് മേടിച്ച് എന്ത് ചെയ്യണം ടാക്സ് അടപ്പിക്കണം. ചുരുക്കി പറഞ്ഞാൽ തൊട്ടടുത്ത വർഷം ആവാൻ കാത്തു നിൽക്കേണ്ട ആവശ്യം ഇല്ല. അസസ്മെൻറ്റ് ഇയർ വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ 5 വ്യക്തികൾ എന്ത് ചെയ്യണം ആ വർഷം തന്നെ എപ്പോഴാണ് നമുക്ക് പൈസ ഉണ്ടാവണം അല്ലെങ്കിൽ വരുമാനം ഉണ്ടാവണം ആ വർഷം തന്നെ എന്ത് ചെയ്യണം ഇൻകം ടാക്സ് അടച്ച് ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തണം അല്ലെങ്കിൽ ഗവൺമെൻറ് അവരുടെ അടുത്ത് കയ്യിൽ പോയിട്ട് മേടിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എന്താണെന്ന് നമുക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ഫസ്റ്റത്തെ കാര്യം എന്താണ് ഇൻകം ഓഫ് നോൺ റെസിഡൻറ്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ്. ഒരു നോൺ റെസിഡൻ്റ് ആയ വ്യക്തി. ഓക്കെ, അപ്പോൾ എന്താണ് നോൺ റെസിഡൻറ്റ് എന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെ വരും. അത് തൊട്ടടുത്ത ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. അപ്പോൾ തൽക്കാലം നോൺ റെസിഡൻ്റ് ആയ വ്യക്തി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു നോൺ റെസിഡൻ്റ് ആയ വ്യക്തി ഇന്ത്യയിൽ അയാൾക്ക് ഷിപ്പിംഗ് ബിസിനസ് ഉണ്ടെന്ന് കരുതാം. അതായത് ഷിപ്പിൻ്റെ ബിസിനസ് ഉണ്ടെന്ന് കരുതി അയാളുടെ അടുത്തുനിന്ന് ആ വർഷമാണ് അയാൾക്ക് ഇൻകം ഉണ്ടായതെങ്കിൽ അതായത് കഴിഞ്ഞ വർഷമാണ് അയാൾക്ക് ഇൻകം ഉണ്ടായെങ്കിൽ ആ വർഷം തന്നെ അയാളുടെ നിന്ന് ടാക്സ് മേടിക്കണം എന്നാണ് പറയുന്നത്. എത്ര റേറ്റ് 7.5% റേറ്റിൽ എന്ത് ചെയ്യണം
ടാക്സ് മേടിക്കണം എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഓക്കെ ആണല്ലോ. ഈ രണ്ടാമത്തെ എന്താണ്? ഇൻകം ഓഫ് പേഴ്സൺ ലിവിങ് ഇന്ത്യ എന്ന് വെച്ചാൽ എന്താണ്? ഒരാൾ കഴിഞ്ഞ വർഷം 2023 ഏപ്രിൽ മുതൽ 2024 മാർച്ച് വരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അയാൾ ഒരു മാർച്ചൊക്കെ ആകുമ്പോൾ, മാർച്ച് വേണ്ട, എക്സാമ്പിൾ നമുക്ക് പറയാം, ഒരു നവംബർ 23 ആകുമ്പോൾ അയാൾ ഇന്ത്യ വിടാൻ പ്ലാനാണ്. പിന്നെ ഒരിക്കലും ഇന്ത്യക്ക് വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണോ? അടുത്ത വർഷം ആവാൻ കാത്തു നിൽക്കണോ? ഈ വർഷത്തിന് വെയിറ്റ് ചെയ്തിട്ട് ഈ വർഷം അയാളെ കൊണ്ട് ടാക്സ് അടപ്പിക്കണം? ആവശ്യമില്ല. അപ്പം തന്നെ അയാളെ പോയി പിടിച്ചിട്ട് ആ വർഷം തന്നെ അയാളെ കൊണ്ട് ടാക്സ് അടപ്പിക്കണം. അതാണ് രണ്ടാമത്തെ ആൾ, ഇൻകം ഓഫ് പേഴ്സൺ ലിവിങ് ഇന്ത്യ. മൂന്നാമത്തെ ആളെന്താണ്? ഇൻകം ഓഫ് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ഫോംഡ് ഫോർ എ പെർട്ടിക്കുലർ പർപ്പസ്. ഈ AOP BOI എന്നൊക്കെ പറയും. ഇതിൻ്റെ ഈ അസോസിയേഷൻ ഓഫ് പേഴ്സണിൻ്റെ ഷോർട്ടാണ് AOP, ബോഡി ഓഫ് ഇൻഡിവിജ്വലിൻ്റെ ഷോർട്ടാണ് BOI. എന്നൊക്കെ പറഞ്ഞാൽ കൂട്ടം ആളുകൾ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യാണ്. അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാണ്ട് അടുത്ത ചാപ്റ്ററുകളിൽ. സോ അവരൊരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു എന്ത് ചെയ്യാണ്, അവർ ജോയിൻ ചെയ്തിട്ട് ഒരു സ്ഥാപനം അല്ലെങ്കിൽ എന്തെങ്കിലും തുടങ്ങുകയാണ്. അപ്പം അത് ആ പർപ്പസ് കഴിഞ്ഞാൽ അത് തീർന്നു, അവിടെ ക്ലോസ് ചെയ്യുകയാണ്, പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നില്ല. സോ നമ്മളത് അവരുടെ പർപ്പസ് കഴിഞ്ഞു, അവിടെ കണ്ടിന്യൂ ചെയ്യുന്നില്ല. തൊട്ടടുത്ത വർഷം വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്? ഗവൺമെൻറ്റിന് ഇൻകം നഷ്ടമാണ്, ഇൻകം കിട്ടില്ല. സോ ഗവൺമെൻറ് എന്ത് ചെയ്യും? ഏതാണോ വർഷത്തിൽ അവിടെ അവസാനിപ്പിക്കാൻ പോകുന്നത് ആ വർഷം തന്നെ അവരുടെ കയ്യിൽ നിന്ന് ടാക്സ് മേടിച്ചിട്ട് എന്ത് ചെയ്യും? പരിപാടി അവസാനിപ്പിക്കും. ഇതാണ് എന്ത്? മൂന്നാമത്തെ വകുപ്പ്. നാലാമത്തെ എന്താണ്? ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ്. ഒരു പ്രോപ്പർട്ടി എന്ത് ചെയ്യാണ്? വേറെ ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ടാക്സ് എന്ത് ചെയ്യാണ്? വെട്ടിക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർട്ടിന് മറ്റൊരാളെ പേരിലാക്കുകയാണ്. ഇപ്പം എനിക്ക് 4-5 പ്രോപ്പർട്ടിന് കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരും. സോ ഞാൻ എന്ത് ചെയ്യാണ്? എൻ്റെ പേരിൻ്റെ ഭാര്യയുടെ പേരിലാക്കുകയാണ്. അങ്ങനെ ഒരു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്തെങ്കിലും ഒരു ഇൻഡിക്കേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പം പോയി പിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ടാക്സ് അവരെ കൊണ്ട് അടപ്പിക്കണം. ഇതാണ് നാലാമത്തെ ആൾ. അഞ്ചാമത്തെ ഓൺ ഡിസ്കണ്ടിന്യൂസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ഒരു വ്യക്തി അയാളുടെ ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞ വർഷം. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അടുത്ത വർഷം വരെ വെയിറ്റ് ചെയ്യേണ്ട, അസസ്മെൻറ്റ് ആവുന്നവർ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം തന്നെ പോയിട്ട് എന്ത് ചെയ്യണം? അയാളുടെ കയ്യിൽ നിന്ന് കാശ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം? ടാക്സ് അടപ്പിക്കണം. ഇങ്ങനെ 5 ആളുകളാണ് ഉള്ളത്. ഒന്ന് ഇൻകം ഓഫ് നോൺ റെസിഡൻറ്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ്. നോൺ റെസിഡൻറ്റ് എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത ചാപ്റ്ററുകളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. രണ്ടാമത്തെ ഇൻകം ഓഫ് പേഴ്സൺ ലിവിങ് ഇന്ത്യ. മൂന്നാമത്തെ ഇൻകം ഓഫ് AOI ഓർ BOI ഫോംഡ് ഫോർ എ പർട്ടിക്കുലർ പർപ്പസ്. നാലാമത്തെ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സസ്. അഞ്ചാമത്തെ ഓൺ ഡിസ്കണ്ടിന്യൂസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ഒരു ബിസിനസ് ഓർ പ്രൊഫഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ആ സമയത്ത് തന്നെ പോയിട്ട് ടാക്സ് കളക്ട് ചെയ്തിട്ട് അപ്പം തന്നെ പോയിട്ട് അടക്കണം എന്നാണ് പറയുന്നത്. സോ നമ്മൾ 5 കാര്യങ്ങളും പഠിച്ചു. ആക്സലറേറ്റഡ് ഇൻകം എന്താണെന്നുള്ളതും നമ്മൾ പഠിച്ചു. അടുത്ത നമ്മളുടെ ടോപ്പിക്ക് പേഴ്സൺ എന്നുള്ളതാണ്. പേഴ്സൺ എന്നുള്ള വാക്കിൻ്റെ മീനിങ് എന്താണ്? ഒരു വ്യക്തി എന്നുള്ളതല്ലേ. എന്നാൽ ഇൻകം ടാക്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മാത്രമല്ല, കുറച്ച് ആളുകളുണ്ട്. അവരാരൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ആരാണ്? ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വ്യക്തിയെയാണ് ഇൻഡിവിജ്വൽ എന്ന് സൂചിപ്പിക്കുന്നത്. രണ്ടാമത് HUF, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഇതൊക്കെ നമ്മൾ +2 ഓൾറെഡി പഠിച്ചതാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജയറാമിൻ്റെ ഒരു സിനിമയുണ്ട് കഥാനായകൻ. അതിൽ പറയുന്നുണ്ട് മരുമക്കത്തായം എന്ന് പറഞ്ഞ സിസ്റ്റമൊക്കെ ഉണ്ട്. ഒരാളവിടെ വലിയൊരു കാരണവരുണ്ടാവും, അയാൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുക, അവർക്ക് ഒരുപാട് ബിസിനസ്സുകൾ ഉണ്ടാവും. അപ്പോൾ മരുമക്കളും എല്ലാ ആളുകളും എന്ത് ചെയ്യണം? അവിടെ പോയിട്ട് ജോലി ചെയ്യണം. ഈ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഇപ്പോൾ നമ്മുടെ നാട്ടിലില്ല, ഇത് പണ്ടത്തെ ആക്റ്റാണല്ലോ 1961. അപ്പോൾ ആ ഒരു കാലത്ത് ഉണ്ടായ കാര്യങ്ങൾ വെച്ച് ഫ്രെയിം ചെയ്തായിരിക്കണം. സോ ആ ഒരു സിനിമയുടെ എക്സാമ്പിൾ വെച്ച് നമുക്കത് വളരെ സിമ്പിളായിട്ട് ഇനി അറിയാത്തവർക്ക് മനസ്സിലാക്കിയെടുക്കാം. ഇനി അറിയാത്തവർ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്താൽ മതി കഥാനായകൻ സിനിമ. സോ അതാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. മൂന്നാമത്തെ എന്താണ്? കമ്പനികൾ അറിയാത്ത ആരുമില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി. പ്രൈവറ്റ് കമ്പനിയോട് കൂടിയിട്ട് എന്ത് ചെയ്യണം? പ്രൈവറ്റ് ലിമിറ്റഡ് ആഡ് ചെയ്യണം. പബ്ലിക് കമ്പനിയോട് കൂടിയിട്ട് ലിമിറ്റഡ് ആഡ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫേം. നാലാമത്തെ എന്താണ്? ഫേം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ഫേമുകളാണ്. ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ ഉണ്ടാവില്ലേ? തുണി ഷോപ്പ്, ക്ലോത്തിൻ്റെ ഷോപ്പ്, തുണി ഷോപ്പ് രണ്ടൊന്നാണല്ലോ. തുണി ഷോപ്പ്, ക്ലോത്തിൻ്റെ ഷോപ്പ് ഒന്നാണ്, ചെരുപ്പിൻ്റെ ഷോപ്പ്. ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്ഥാപനങ്ങളാണ് എന്ത് പറയുന്നത്? ഫേം എന്ന് പറയുന്നത്. നാലാമത്തെ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്. നിയമം ഒരു ആക്ട് പാസ്സാക്കിയിട്ട് കൊണ്ടുവരുന്ന ചെറിയ ടീമുകളുണ്ട്. അതെന്താണെന്നുള്ള നമ്മൾ വിശദമായി പഠിക്കും. ആറാമത്തെ ലോക്കൽ അതോറിറ്റി. ലോക്കൽ അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ഇവരൊക്കെയാണ് ലോക്കൽ അതോറിറ്റി. അടുത്തത് എവരി ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. അതാണ് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ ഇതിൽ വന്നതാണ്. ഒരു ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ എന്ന് പറഞ്ഞ പേരാണ്. സോ നമ്മളിവിടെ പേഴ്സൺ എന്താണെന്ന് നമ്മൾ പഠിച്ചു. പേഴ്സണിൽ 7 കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ആരാണ്? ഒന്ന് ഇൻഡിവിജ്വൽ, രണ്ടാമത്തത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, മൂന്നാമത്തത് കമ്പനി, നാലാമത്തത് ഫേം, അഞ്ചാമത്തെ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ,
ആറാമത്തെ ലോക്കൽ അതോറിറ്റി. ലാസ്റ്റ് ആൻഡ് ഫൈനൽ എവരി ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. അതിന് എക്സാമ്പിൾ എന്താണ്? യൂണിവേഴ്സിറ്റി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. അടുത്ത ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് അസസി. എന്താണ് അസസി? ഇത് മനസ്സിലാക്കാണ്ട് നമുക്ക് ഒരടി മുന്നോട്ട് ഇൻകം ടാക്സിൽ പോകാൻ കഴിയില്ല. ഒരുപാട് സ്ഥലത്ത് നമ്മൾ കേൾക്കേണ്ട വാക്കാണ് അസസി എന്താണ്, അസസി എന്താണ്, അസസി എന്താണ് എന്നുള്ളത്. സോ നമുക്ക് നോക്കാം എന്താണ് അസസി എന്നുള്ളത്. ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത 3 കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ടത്. ഏറ്റവും സിമ്പിളായ അസസി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അസസി മീൻസ് എ പേഴ്സൺ ഹൂ ഈസ് ലയബിൾ ടു പേ ടാക്സ്. ആരാണോ ടാക്സ് അടക്കാൻ ബാധ്യസ്ഥയായ വ്യക്തി അയാളാണ് അസസി. ഇപ്പം എപ്പോഴും ഇതിൽ ഇൻകം ടാക്സ് പഠിക്കാൻ എളുപ്പം ആയി ചിന്തിക്കാനുള്ള ഏറ്റവും ഒരു വഴി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അസസി ആയിട്ട് കരുതുക. ഇപ്പം ഞാനാണ് ടാക്സ് അടക്കേണ്ട വ്യക്തി, അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ഓരോ സ്റ്റുഡൻറ്റ് നിങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? ടാക്സ് അടക്കേണ്ട വ്യക്തി. നമ്മളാണ് അസസി എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ഓക്കെയാണ് പഠിക്കാൻ. സോ എനി പേഴ്സൺ വിസ് ലയബിൾ ടു പേ ടാക്സ്. ആരാണോ ടാക്സ് അടക്കേണ്ട വ്യക്തി അയാളാണ് എന്ത്? അസസി. അയാൾ മാത്രമാവും അസസി? ഇല്ല, ഒരാളും കൂടി അസസി ആവും. അതാണ് 2-3 വ്യക്തിയും കൂടി അസസി ആവും. ഒരാളല്ല, 2-ൽ കൂടുതൽ വ്യക്തികൾ അസസി ആവും. അതാണ് താഴെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റത്തെ ആളാരാണ്? ഹൂ ഈസ് ലയബിൾ ടു പേ ടാക്സ്, നമ്മൾ തന്നെ. രണ്ടാമത്തെ ടാക്സ് ഹൂ ഈസ് ഡീംഡ് ടു ബി അസസി, അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് അസസി എന്നൊക്കെ പറയും. എന്താണ് ഡീംഡ് അസസി? ഇപ്പോൾ എക്സാമ്പിൾ നമുക്കിതിൽ പറയാൻ പറ്റും. നമ്മൾ മരണപ്പെട്ടു. ഇപ്പം നമുക്ക് മരിക്കണതിന് മുന്നേ ഒരുപാട് ടാക്സ് എന്ത് ചെയ്യുന്നുണ്ട്? അടക്കാണ്ട് ഗവൺമെൻറ്റിന്. ഒരുപാട് വരുമാനം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ്സിൻ്റെ പാർട്ണർഷിപ്പ് ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വലിയൊരു പാർട്ണറാണെന്ന് കരുതുക. സോ ആ പാർട്ണർഷിപ്പ് ബിസിനസ്സിന് ടാക്സ് ഫയൽ ചെയ്യണം, ആ പാർട്ണർക്ക് ടാക്സ് ഫയൽ ചെയ്യണം. അപ്പോൾ നമ്മൾ മരിച്ചു എന്ന് കരുതിയിട്ട് നമ്മൾ ടാക്സ് അടക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മക്കളോ ആരെങ്കിലും ഗവൺമെൻറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? ടാക്സ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യും. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യും? നമുക്ക് അതിനുള്ളൊരു ഡോക്യുമെൻ്റ് തരും. ഈ ഡോക്യുമെൻ്റ് നമ്മൾ എന്ത് ചെയ്യും? സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ മരിച്ച വ്യക്തിയുടെ ടാക്സ് നമുക്ക് നമ്മുടെ അക്കൗണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പേ ചെയ്യാൻ പറ്റും. സോ അതാണ് ഡീംഡ് അസസി. സോ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ മകനോ മകളോ ആയിരിക്കും എന്ത് ചെയ്യുക? സ്വാഭാവികമായിട്ടും ഡീംഡ് അസസി മാറുക. ഡീംഡ് അസസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബാധ്യസ്ഥനായി മാറും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോളോ എന്ത് ചെയ്യണം? ഓട്ടോമാറ്റിക്കലി ഡീംഡ് അസസി ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. അതാണ് ഡീംഡ് അസസിയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. മൂന്നാമത്തത് അസസി ഇൻ ഡിഫോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരാൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവും. ഒരു എംപ്ലോയർ എന്ത് ചെയ്യേണ്ടി വരും? TDS അടക്കേണ്ടി വരും. TDS പറഞ്ഞാൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. അങ്ങനെ ഇനി അത് എന്താണെന്ന് അറിയില്ല, അങ്ങനെ ഒരു സംഭവം അടക്കണം. നമ്മൾ ഫ്യൂച്ചറിൽ പഠിക്കും. അതെന്താണെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. ഒരു എംപ്ലോയി ഒരു സ്ഥാപനത്തിൽ ജോലിയാണ്. അപ്പോൾ അയാൾക്ക് സാലറി 5 ലക്ഷത്തിന് മുകളിലൊക്കെ ഉണ്ടെന്ന് കരുതുക, അല്ലെങ്കിൽ 10 ലക്ഷം ഉണ്ടെന്ന് കരുതുക ഒരു വർഷം. സോ അയാൾ ടാക്സ് അടക്കണം, ബാധ്യസ്ഥനാണ്. അപ്പോൾ ഇയാൾ ടാക്സ് അടക്കുന്നതിന് പകരം ഇയാൾ എന്ത് ചെയ്യും? എംപ്ലോയർ എന്ത് ചെയ്യും? മാസം ഒരു തുക ഇയാളുടെ സാലറിയിൽ നിന്ന് പിടിക്കും. ഇങ്ങോട്ടത് പിടിച്ചു വെച്ച് അവസാനം ഇയാൾ കൊണ്ടുപോയി അടക്കും. TDS പോലെ ഒരു 3 മാസം കൂടുമ്പോൾ എന്ത് ചെയ്യും? TDS പോലെയല്ല, ആ പിടിക്കുന്നതിന് പറഞ്ഞ പേരാണെന്ത്? ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ഇവിടെ 2-3 മാസം കൂടുമ്പോൾ ഇവരെന്ത് ചെയ്യും? പേയ്മെൻറ്റ് ചെയ്യും. ആർക്ക്? ഗവൺമെൻറ്റിന്. TDS കണ്ട് സൈറ്റിൽ കൊണ്ടുപോയി ഫയൽ ചെയ്യും. സോ സ്വാഭാവികമായിട്ടും ആരാ ചെയ്യേണ്ടത്? എംപ്ലോയറാണ് ചെയ്യേണ്ടത്, എംപ്ലോയി അല്ല. ആരാണോ സാലറി കൊടുക്കുന്നത് ആ വ്യക്തിയാണ് എന്ത് ചെയ്യേണ്ടത്? ടാക്സ് പിടിച്ച് ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യേണ്ടത്. സോ ആ എംപ്ലോയർ എന്തെങ്കിലും ഡിഫോൾട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അയാൾ മറന്നു പോയി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ടാക്സ് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അയാൾ ബാധ്യസ്ഥനാവും. അസസി ഇൻ ഡിഫോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അയാൾ എന്ത് ചെയ്യണം? ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനാവും. എംപ്ലോയിയുടെ ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനാവും. അതാരും നിയമമോ അല്ലെങ്കിൽ ആളോട് പറയുന്നു വേണ്ട, ഓട്ടോമാറ്റിക്കലി ആവും. അതിനെ പറയുന്ന പേരാണ് അസസി ഇൻ ഡിഫോൾട്ട്. അതാണ് എൻ്റെ എക്സ്പ്ലനേഷൻ. വെൻ എ പേഴ്സൺ ഈസ് ലയബിൾ ടു ഡു എ വർക്ക് ഓർ ഡ്യൂട്ടി അണ്ടർ ദിസ് ആക്ട് ആൻഡ് ഹി ഫെയിൽ ടു ഡു ദാറ്റ്. അയാൾ ആ വർക്ക് ചെയ്യാൻ ഫെയിലായി, അല്ലെങ്കിൽ അയാൾ ഡിഫോൾട്ട് വരുത്തി, എന്ന് പറഞ്ഞ പേരാണ് അസസി ഇൻ ഡിഫോൾട്ട്. സോ 3 ടേംസുകൾ നമ്മൾ പഠിച്ചു. ഒന്ന് ഇൻഡിവിജ്വൽ ലയബിൾ ടു പേ ടാക്സ്, രണ്ടാമത്തത് ഡീംഡ് അസസി, മൂന്നാമത്തത് അസസി ഇൻ ഡിഫോൾട്ട്. ഇനി അടുത്തത് ഹെഡാണ് അഗ്രികൾച്ചർ ഇൻകം എന്നുള്ളത് വളരെ സിമ്പിളാണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അതാണ് അഗ്രികൾച്ചർ ഇൻകം. അല്ലെങ്കിൽ ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഉദ്ദേശിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു നെൽകൃഷിയാണ് ചെയ്യുന്നതെങ്കിൽ ആ നെല്ല് എടുത്ത് അരിയായി മാറ്റി അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഒരു വരുമാനം കിട്ടും. വിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ വരുമാനത്തെയാണ് എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? അഗ്രികൾച്ചർ ഇൻകം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? ഈ 5 ഹെഡ്, ഇപ്പം നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. 5 ഹെഡുകൾ: ഇൻകം ഫ്രം സാലറി,
ഇൻകം ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം അതർ ഹെഡ്സ്. ഈ 5 ഹെഡിൻ്റെയും ടോട്ടൽ ഇത് ഒരാൾക്ക് 5 ഹെഡൊന്നും ഇൻകം ഉണ്ടെന്ന് കരുതുക. അപ്പോൾ 100 എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 500 രൂപ. ഈ 500 എന്നുള്ള ടോട്ടൽ ഫിഗറിൻ്റെ പേരാണ് എന്ത്? ഗ്രോസ് ടോട്ടൽ ഇൻകം. അടുത്തത് ടോട്ടൽ ഇൻകം ആണ്. ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോസ് ടോട്ടൽ ഇൻകം മൈനസ് ആൾ ഡിഡക്ഷൻ, GTI മൈനസ് ആൾ ഡിഡക്ഷൻ. GTI എന്ന് പറഞ്ഞാൽ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ ഷോർട്ടാണ്. സോ ഗ്രോസ് ടോട്ടൽ ഇൻകം മൈനസ് ആൾ ഡിഡക്ഷൻ. ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇൻകത്തിൽ നിന്ന്, ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൈനസ് ചെയ്യാൻ പറ്റും. എന്നിട്ടാണ് നമ്മൾ ടോട്ടൽ ഇൻകം നിശ്ചയിക്കുക. സോ ആ ഡിഡക്ഷൻ എന്താണെന്നുള്ളത് ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. സോ ഗ്രോസ് ടോട്ടൽ ഇൻകം മൈനസ് ഓൾ ഡിഡക്ഷൻ ആണ് എന്ത്? ടോട്ടൽ ഇൻകം. അടുത്തത് മാക്സിമം മാർജിനൽ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു അസസി, അങ്ങനെ വേണമെങ്കിൽ പറയാം. അസസി ആരൊക്കെ നമ്മൾ പഠിച്ചു? ഇൻഡിവിജ്വൽ, AOI, BOI, എക്സാമ്പിൾ എക്സെട്ര വാട്ട് എവർ ഇറ്റ് ഈസ്. സോ ഒരു അസസിക്ക് മാക്സിമം അടയ്ക്കേണ്ട ടാക്സിനെ പറഞ്ഞ പേരാണ് എന്ത്? മാക്സിമം മാർജിനൽ റേറ്റ് ഓഫ് ടാക്സ്. അതിലെന്തൊക്കെയുണ്ട്? സർചാർജ് ഉണ്ട്, ഇൻക്ലൂഡിങ് സർചാർജ് എന്നാണ് പറഞ്ഞത്. സർചാർജ് എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കും. നമ്മൾ ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ത്? മാക്സിമം മാർജിനൽ റേറ്റ് ഓഫ് ടാക്സ്. നിലവിൽ അസസ്മെൻറ്റ് 2024-25 42.744 ആണ് മാക്സിമം ഇന്ത്യയിൽ ഒരു അസസി അടയ്ക്കേണ്ട ടാക്സ്. ഇപ്പോൾ നമ്മൾ യൂട്യൂബ് വീഡിയോസിൽ കാണാം ഏറ്റവും കൂടുതൽ ടാക്സ് എടുക്കേണ്ട രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് കൊണ്ട് വീഡിയോസൊക്കെ നമ്മൾ കാണാം. സോ അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എല്ലാം അടക്കേണ്ട ടാക്സാണ് എത്രയാണ്? 42.744%. അടുത്തത് ക്യാഷ് ഇൻകം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. വിന്നിങ് ഫ്രം ലോട്ടറി, ക്രോസ് വേർഡ് പസൽ, ഇവയൊക്കെ നിന്ന് കിട്ടുന്ന ഇൻകത്തെ പറഞ്ഞ പേരാണ് എന്ത്? ക്യാഷ്വൽ ഇൻകം. അതായത് ഒരാൾക്ക് ലോട്ടറി അടിച്ചു, അതുപോലെ കാർഡ് ചീട്ട് കളിച്ചിട്ട് പൈസ കിട്ടി, ബെറ്റിംഗ് ചൂതാട്ടത്തിലൂടെ പൈസ കിട്ടി, അത് ഇല്ലീഗലാണ് എങ്കിൽ പോലും അത്തരം ഇൻകങ്ങൾക്ക് പറയുന്ന പേരാണ് ക്യാഷ്വൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ചാപ്റ്ററോട് അവസാനിച്ചു. ഇനി ഇതിൽ ഇൻകം ടാക്സിന് ഒരു പ്രത്യേകത എന്നു വെച്ചാൽ എപ്പോഴും ഇതിൻ്റെ നിയമങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ഓരോ ഫിനാൻസ് ആക്ട് വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ ബഡ്ജറ്റ് വരുമ്പോഴും ഇതിൻ്റെ പല കാര്യങ്ങളും മാറ്റിക്കൊണ്ടേയിരിക്കും. സോ അത് അപ് ടു ഡേറ്റ് ആയിരിക്കുക എന്നുള്ളതാണ് ഇൻകം ടാക്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സോ കഴിഞ്ഞ വർഷം പഠിച്ച റേറ്റുകളായിരിക്കില്ല ഈ വർഷം പഠിക്കുന്നതായിരിക്കില്ല അടുത്ത വർഷം പഠിക്കുന്നതായിരിക്കില്ല തൊട്ടടുത്ത വർഷം. സോ നമ്മൾ എവിടെയും ആധികാരികമായിട്ട് ഇത്രയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത് മാറും. അപ്പോൾ നമ്മളത് കുറച്ച് അപ്ഡേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മളൊരിക്കലും അതിനോടൊപ്പം എത്താൻ കഴിയില്ല. സോ നമുക്കിത് സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ഷെയർ ചെയ്യാം. ഇൻകം ടാക്സിൻ്റെ സൈറ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഇൻകം ടാക്സിൻ്റെ ഗവൺമെൻറ് സൈറ്റ്. ഇത് ജസ്റ്റ് ലൈക്ക് ഫേസ്ബുക്ക് ഓർ ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു ലോഗിൻ ID ഉണ്ട്, ഒരു പാസ്വേഡ് ഉണ്ട്. ഈ പാസ്വേഡ് വെച്ചിട്ടാണ് നമ്മൾ ഇതിലോട്ട് കയറുക. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്യുക ഒക്കെ ചെയ്യുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോം വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറഞ്ഞ പേരാണ് ITR-ൻ്റെ ഫുൾ ഫോമാണ് ഇൻകം ടാക്സ് റിട്ടേൺ. അത് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്തിട്ട് ഫയൽ ചെയ്യേണ്ട റിട്ടേൺ എന്ന് പറഞ്ഞ പേരാണ് ഇൻകം ടാക്സ് റിട്ടേൺ. സോ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ അറിയാൻ പറ്റും. സോ ഇത്രയൊക്കെയാണ് ഇൻകം ടാക്സിന് സബ്ജക്റ്റിൽ നമുക്ക് പറയാനുള്ളത്. ഇനി കഴിഞ്ഞ വർഷത്തിലൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുണ്ട്. അസസ്സിങ് ഡിഫോൾട്ടൊക്കെ ക്വസ്റ്റ്യനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഫർ ചെയ്യുക. ഇത് വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന കാര്യങ്ങളാണ്, ബേസിക് കൺസെപ്റ്റുകൾ. ഇത് പഠിച്ചതിന് ശേഷമാണ് നമുക്ക് തൊട്ടടുത്ത വീഡിയോസിൽ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലോട്ട് നമുക്ക് പോകാൻ കഴിയുള്ളൂ. സോ ഗൈസ്, ഞാനിവിടെ സൈൻ ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റുകൾ, അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു.